ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന സർവവൃത്തികേടുകൾക്കും വിദ്അത്തുകൾക്കും അസ്ല് ഏതെങ്കിലും ചില വ്യക്തികളിലേക്കോ വിശ്വസിക്കാൻ പാടില്ലാത്ത ചില ആളുകളിലേക്കോ എത്തുക എന്നല്ലാതെ ലോകത്തിന്റെ നബിത്തങ്ങളിൽ നിന്ന് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടതല്ലാത്ത സർവ്വകാര്യങ്ങളും അതുകൊണ്ട് ആ ബിദ്അത്താണ് എന്ന് വിശദീകരിക്കപ്പെടാനുള്ള കാരണം ഇസ്ലാമിക ലോകത്ത് അതിന്റെ പേരിൽ കടന്നു വന്നത് ഈ മാസത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന മൗലൂദിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ. ഇസ്ലാമിക ലോകത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ആദ്യത്തെ നബിത്തങ്ങൾ പഠിപ്പിച്ച 3 നൂറ്റാണ്ട് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഈ 3 നൂറ്റാണ്ടിൽ ഈ ലോകത്ത് മൗലൂദിന്റെ പേരിൽ ഒരു ആചാരവും നടന്നിട്ടില്ല. അതുകൊണ്ട് ആ മൗലൂദ് സംഘടിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ പോലും കാണാം മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം ഇസ്ലാമിക ലോകത്തേക്ക് വന്നതാ എന്നത് ആഘോഷിക്കുന്നവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മറിച്ച് നബിത്തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനെ തൊട്ട് കൃത്യമായി ഉലമാക്കൾ രേഖപ്പെടുത്തി തന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് രംഗത്തും ആ നബിത്തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. വിശ്വാസരംഗം അന്ധതയിലും അനാചാരത്തിലും ഖബർ വിശ്വാസത്തിലും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ജനതയെ നിങ്ങൾക്ക് റബ്ബ് കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാന്റെ നബിത്തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ജാറങ്ങളിലേക്ക് ചെന്ന് അള്ളാഹുവിനല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ച് ബിംബങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും നേർച്ച കൊടുക്കുന്ന ആ മക്കയിലെ ജനതയോട് അള്ളാഹുവിന്റെ നബിത്തങ്ങൾ ആദ്യം ഓതിക്കൊടുത്തത് നിങ്ങൾ കള്ളുകുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ജീവിതത്തിലൂടെ നബിത്തങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം സഹാബത്തിന്റെ മാറ്റമോ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ചപ്പോ അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിന് നോക്കി ഒരു പാവം അടിമ തിരിച്ചു പറഞ്ഞത് അഹദ് അഹദ്, എനിക്കെന്റെ റബ്ബ് മതി എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിവസം 3 നേരം വസ്ത്രം മാറി ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് സുന്ദരനായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു നബിത്തങ്ങളുടെ തൗഹീദിലേക്ക് വന്നതിന് ശേഷം മരണപ്പെടുന്ന സമയത്ത് ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ, മറമാടാൻ പോലും തുണിയില്ലാതെ മരണപ്പെട്ടു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം. മരണപ്പെടുന്നതിന്റെ തൊട്ട് മുൻപ് മക്കയിലെ തെരുവിൽ വെച്ച് ചിലര് ചോദിച്ചു, മിസ്അബേ, നിനക്ക് ഇസ്ലാമിൽ വന്നിട്ട് എന്ത് ഗുണം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് തിരിച്ചു പറഞ്ഞത്, സമ്പത്ത് നഷ്ടപ്പെട്ടാലും തൗഹീദ് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് തിരിച്ചു പറഞ്ഞു എന്നും ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവുണ്ട്. ആ നബിത്തങ്ങൾ ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആ റബ്ബല്ലാത്തൊരാൾക്ക് നേരെയും നിങ്ങൾ കൈ നീട്ടാതിരിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നബിത്തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നാടുവിട്ടു പോകുമ്പോ സൗർ ഗുഹയിൽ ശത്രുക്കൾ ഗുഹാമുഖത്തിന്റെ കാലടിയിലേക്ക് എത്തിയപ്പോ ഭയപ്പെട്ടു നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബറിനെ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് നബി കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ലാ തഹ്സൻ യാ അബൂബക്കർ, അബൂബക്കറെ ഭയപ്പെടല്ലേ, മാ വന്നക യാ അബൂബക്കർ ബിസ്നൈനി, നീ വിചാരിക്കേണ്ട അബൂബക്കറെ നമ്മൾ 2 ആളേ ഉള്ളൂ എന്ന്. വസാലിസുഹുമാ അല്ലാഹ്, മൂന്നാമനായി അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട്. ആ വിശ്വാസമാണ് നബി ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിൽ തന്റെ സ്വഹാബത്തിനെ മുൻനിർത്തി റബ്ബിനോട് നബി തങ്ങൾ പ്രാർത്ഥിച്ചതും അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദു ഫിൽ അർളി അബദ, എന്റെ റബ്ബേ, ഈ കുഞ്ഞു സൈന്യത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഈ ലോകത്തുണ്ടാവില്ല റബ്ബേ എന്ന് നബിത്തങ്ങൾ പ്രാർത്ഥിച്ച് യുദ്ധം നടത്തിയത് ബദർ യുദ്ധം തൗഹീദിന് വേണ്ടി. എല്ലാം പോട്ടെ, മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ മദീനയിൽ നിന്നും മക്കയിൽ കാലുകുത്തുന്ന നബിത്തങ്ങൾ കയ്യിലുള്ള ഇരുമ്പിന്റെ വടി മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, മോനെ അലി, ഇവിടെ കെട്ടിപ്പൊക്കിയ സർവ്വജാറങ്ങളും മക്ബറകളും അടിച്ചു നിരപ്പാക്കണേ അലി എന്ന് നബിത്തങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾക്ക് എങ്ങനെയാ പിന്നെ അജ്മീറും നാഗൂരും മുത്തപ്പേട്ടയും ഉള്ളാളും സിയം മക്കാമും ഷെയ്ഖിന്റെ പള്ളിയിലും പോകാൻ പറ്റുക? അതെന്ത് പ്രവാചക സ്നേഹമാണെന്ന് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഞാനാണ് മരിച്ചതെങ്കിൽ പോലും എന്റെ ഖബർ നിങ്ങൾ കെട്ടിപ്പൊക്കരുതെന്നും എന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യരുതെന്നും ഇന്നും അള്ളാഹുവിന്റെ നബി കിടക്കുന്ന മണ്ണിൽ ചെന്നുമ്പോ
പ്രവാചകനോട് സലാം പറയുകയല്ലാതെ കൈയൊന്ന് നീട്ടി നബി തങ്ങളെ എന്ന് വിളിക്കുമ്പോഴേക്കും അവിടെയുള്ള ആളുകൾ ഹറാം ഹറാം എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിവിടുന്നുണ്ടെങ്കിൽ പ്രവാചക സ്നേഹം എന്ന് പേര് പറഞ്ഞ് ഒരു മാസം കാണിച്ചു കൂട്ടുന്നതല്ല പ്രവാചക സ്നേഹം. എന്താണോ നബി തങ്ങൾ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം, ഏകനായ റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥന, ആ റബ്ബിനോടുള്ള തൗഹീദ്, അത് അംഗീകരിക്കാത്തൊരു വ്യക്തിക്ക് പിന്നൊരു മാസത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പ്രവാചക സ്നേഹം കേവലം കാപഢ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. അതോടൊപ്പം തന്നെ കർമ്മരംഗത്ത് നബി തങ്ങൾ കാണിച്ചു തന്ന മാതൃക, ലോകത്തിന്റെ പ്രവാചകനിലൂടെ അള്ളാഹു ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സഹാബത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സമീന വഅതൈന. എന്റെ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കും, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ആ മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് റബ്ബ് അവതരിപ്പിച്ചു. ഫൽയദ്രിബിന ബിഖുംറിഹിന്ന അലാ ജുയൂബിഹിന്ന. നബിയെ, സ്ത്രീകളായ വനിതകളോട് പറയണം, അവരുടെ തലകൾ മറച്ച ബാക്കി ശീല കൊണ്ട് മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടാൻ പറയണം നബിയെ എന്ന് അള്ളാഹുവിന്റെ ആയത്ത് റസൂലുള്ള ഓതി കേൾപ്പിച്ച സെക്കൻഡിൽ ആ സദസ്സ് എഴുന്നേറ്റ് പോയി വൈവക്കത്തുള്ള മുള്ളുകളിൽ നിന്ന് മുള്ളുകൾ എടുത്ത് ആ തട്ടം തന്റെ കഴുത്തിലേക്ക് വെച്ച് കുത്തി മാറുകൾക്ക് മുകളിലേക്ക് ആ തട്ടം താഴ്ത്തിയിട്ട് സഹാബ വനിതകൾ ചോദിച്ചു, മിസ്ലഹാദ, ഇതാണോ നബിയെ അള്ളാഹ് ഉദ്ദേശിച്ചത്? അത്ര സൂക്ഷ്മത റസൂലിന്റെ കൗലിനോട് അവർ നടത്തി. നബി തങ്ങൾ പഠിപ്പിക്കുന്ന വാക്കുകളോട് അവർ കാണിച്ചു. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, അജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോ ആ ചുംബനത്തിന് ശേഷം മാറി നിന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചക സ്വഹാബി പറഞ്ഞു, ഇന്നി ലഅലമു അന്നക ഹജറുൻ. അജറുൽ അസ്വദേ, നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. ഇന്നി അഅലമു, എനിക്കറിയാം, അന്നക ഹജറുൻ, താങ്കൾ ഒരു കല്ല് മാത്രമാ. ലാ തളുറു വലാ തൻഫഉ, നിന്നെക്കൊണ്ടൊരു ഗുണവുമില്ല, നിന്നെക്കൊണ്ടൊരു ദോഷവുമില്ല എന്നും എനിക്കറിയാം. പക്ഷെ അന്നീ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിലുക, പക്ഷെ എന്റെ പ്രവാചകൻ താങ്കളെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളെ ചുംബിക്കാൻ വേണ്ടി കൽപ്പിച്ചതും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുന്നു. എന്റെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും. കാരണം എന്റെ പ്രവാചകൻ ഈ ലോകത്തൊരിക്കൽ പോലും കളവ് പറയാത്തവനാ, റബ്ബിന്റെ വാക്ക് സംസാരിക്കുന്നവനാ. ആ റബ്ബെന്ത് വേണം എന്ന് പോലും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തവനാ. അതുകൊണ്ടാ അള്ളാഹുവിന്റെ നബി പഠിപ്പിക്കാത്തതൊന്നും സഹാബത്ത് ചെയ്തിട്ടില്ല. അതിനനുവാദം റസൂലുള്ള കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന അള്ളാന്റെ പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ അവസാനം ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത വനബിയിക്കല്ലദി അർസൽത എന്ന് പറഞ്ഞ അവസാനിക്കുന്നത്. ഇത് പഠിപ്പിച്ചു കൊടുത്ത ഉടനെ അള്ളാന്റെ നബി സഹാബത്തിനോട് പറഞ്ഞു, ഒന്ന് എനിക്ക് തിരിച്ചു പാടിത്ത ചെല്ലിത്ത. ചൊല്ലുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി അവസാനത്തെ വരിയിൽ ഒരു മാറ്റം വരുത്തി. ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത വബിനബിയിക്കല്ലദി അർസൽത എന്ന വാക്കിന് പകരം വബി റസൂലിക്കല്ലദി അർസൽത എന്ന് മാറ്റി ചൊല്ലി. ആ തെറ്റ് ബോധ്യപ്പെട്ട നബി കയ്യുയർത്തിയിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തണോ, ഞാൻ എന്താ എന്നെ പഠിപ്പിച്ച്? വബി നബിയിക്ക, എന്താ നീ ചെല്ലിയത്? വബി റസൂലിക്ക. നബി എന്ന പദത്തിന്റെക്കാളും മനോഹരമാണ് നബിയെ റസൂലി എന്ന പദം. അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റം വരുത്തിയതാ. ദേഷ്യത്തോടെ നബി തങ്ങൾ തിരിച്ചു ബോധ്യപ്പെടുത്തി പാടില്ല. നിന്റെ ഇഷ്ടമെന്ന് കരുതി അള്ളാന്റെ ദീനിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് കൂട്ടിച്ചേർക്കുമ്പോ അള്ളാന്റെ ദീന് ആകെ നഷ്ടപ്പെട്ടു പോകും എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നബി തങ്ങൾ എത്തിച്ചു തന്നത് അതങ്ങ് സ്വീകരിച്ചേക്കുക. കാപഢ്യമായ അതിര് കടന്ന സ്നേഹം ഒരിക്കലും നബി തങ്ങളുടെ പേരിൽ കാണിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചന്ദനക്കുട നേർച്ചകൾക്ക് ഇസ്ലാമിൽ തെളിവുണ്ടോ? ആന എഴുന്നള്ളിപ്പിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? ജാറങ്ങൾ കെട്ടിപ്പൊക്കി കൊടുക്കുന്ന എണ്ണക്കും അവിടെ നിന്ന് മന്ത്രിച്ചൂതിക്കൊടുക്കുന്ന ഏലസുകൾക്കും അവിടെ നിന്ന് ഊതിക്കൊടുക്കുന്ന വെള്ളങ്ങൾക്കും ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിന് നിങ്ങളത് ചെയ്തോളൂ എന്ന് വാക്കാലെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രവാചകൻ മൗനാനുവാദം കൊടുത്തിട്ടുണ്ടോ? ഇനി അതെല്ലാം പോട്ടെ, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ബുർദ മജ്ലിസുകൾ അല്ലേ പണ്ട് കാലത്തെ അപേക്ഷിച്ച്
ഇന്നത്തെ ഉമ്മത്തിനും യൗവനങ്ങൾക്കും തോന്നുന്ന രീതിയിൽ ഒരു DJ അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസുകൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അർത്ഥമറിയാത്ത റസൂലിന്റെ പേരിൽ അർത്ഥമറിയാത്ത പല വാക്കുകളും അള്ളാന്റെ പ്രവാചകനെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന, റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന മൗലൂദ് വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. നാരിയ സ്വലാത്തുകൾ, അതിനേക്കാൾ മറ്റുള്ള രീതികളുള്ളവർ. ഇതൊരു ഭാഗത്താണെങ്കിൽ നബിത്തങ്ങൾ പഠിപ്പിക്കാത്ത ആചാരം മരണാനന്തര വിഷയത്തിലും കാണിച്ചു കൂട്ടാൻ തുടങ്ങി. ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആരാ നബിത്തങ്ങളുടെ നടത്തിയത്? പോട്ടെ, ജീവിച്ചിരിക്കുന്ന നബിത്തങ്ങൾ 6 മക്കളെയാ മറമാടിയത്. 3 ആൺമക്കളെയും 3 പെൺമക്കളെയും സ്വന്തം കൈകൊണ്ട് മറമാടിയതാ നബിത്തങ്ങള്. ആ മറമാടപ്പെട്ട ഏതെങ്കിലും ഒരു മക്കളുടെ കബറിന്റെ അടുത്ത് അള്ളാന്റെ നബിത്തങ്ങൾ ഖുർആൻ ഓതാൻ പോയിട്ടുണ്ടോ? ആളെ വിളി ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഓതാൻ യാസീൻ നല്ലതായതുകൊണ്ട് ഞാൻ യാസീൻ കുറെ ഓതിക്കൊടുത്തു എന്നേതെങ്കിലും സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? 7 നടത്തിയിട്ടുണ്ടോ? 40 നടത്തിയിട്ടുണ്ടോ? ആണ്ട് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പ്രവാചക സ്നേഹത്തിന്റെ ആളുകളാ എന്ന് പറയുന്നവർക്ക് പോലും നബിത്തങ്ങൾ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേവലം ഒരു മാസം കാണിക്കുന്ന അഭിനയം പ്രവാചക സ്നേഹമല്ല, കാപഢ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ രംഗത്തും സ്വഭാവത്തിലാണെങ്കിൽ പോലും നബിത്തങ്ങൾ കാണിച്ചു തന്ന മാതൃകകൾ, ക്ഷമയുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ സഹാബാക്കൾ ചോദിച്ചു ഉമ്മ ആയിഷ ബീവിയോട്, എന്താ നബിത്തങ്ങളുടെ സ്വഭാവം? കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അങ്ങേയറ്റം ക്ഷമയുള്ള വ്യക്തി, അങ്ങേയറ്റം താല്പര്യത്തോടെ പെരുമാറുന്ന വ്യക്തി, മക്കളോട് സ്നേഹനിധിയായ വാപ്പ, ജ്യേഷ്ഠനോട് സ്നേഹനിധിയായ അനിയൻ, അനിയനോട് സ്നേഹനിധിയായ ജ്യേഷ്ഠൻ, മൂത്താപ്പാനോട് സ്നേഹനിധിയായ കുട്ടി. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട സ്വഭാവം നബിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ഭാര്യയ്ക്ക് നമ്മൾ പ്രിയപ്പെട്ടവനായിരിക്കും, മക്കൾക്കും അയൽവാസിക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവൂല. ഒരുപക്ഷെ അയൽവാസിക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവും, നാട്ടുകാർക്കൊക്കെ ഉണ്ടാകും, പെണ്ണുങ്ങൾക്കും മക്കൾക്കും നല്ല അഭിപ്രായം ഉണ്ടാവൂല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ രംഗത്തും ആ നല്ലൊരു സ്വഭാവം അവൻ നബിത്തങ്ങളിൽ നിന്ന് ജീവിതത്തോട് ചേർത്ത് നിൽക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്റെ മകളെപ്പറ്റി അപവാദം പറയുന്ന, എന്റെ മകളെപ്പറ്റി തോന്നിവാസം പറയുന്ന മിസ്തഹിന് ഞാനിനി ഒരു സഹായവും ചെയ്യൂല. മിസ്തഹിനെ ഞാനാ പോറ്റുന്നത്, ഇനിയൊരു സമ്പാദ്യം ഞാൻ അവന് കൊടുക്കൂല. വിവരമറിഞ്ഞ നബിത്തങ്ങൾ പറഞ്ഞു, പാടില്ല അബൂബക്കറെ, അങ്ങനെ ഒരു ശബ്ദം ചെയ്യാൻ പാടില്ല. അറിവില്ലായ്മ കൊണ്ട് പലർക്കും പല അബദ്ധങ്ങളും സംഭവിക്കാം, അതുകൊണ്ട് താങ്കൾ ആ വാക്കുപേക്ഷിക്കണം. ഇങ്ങനെ മക്കയുടെ വിജയത്തിന്റെ ദിവസം പോലും നബിത്തങ്ങളെ എറിഞ്ഞോടിച്ച, കുടൽമാലകൾ കഴുത്തിലിട്ട് വേദനിപ്പിച്ചവരെ കയ്യാമം വെച്ച് കൺമുൻപിൽ നിർത്തിയപ്പോ നിങ്ങൾ സ്വതന്ത്രരാണെന്നും എനിക്ക് പ്രതികാരമില്ലെന്നും നബിത്തങ്ങൾ പഠിപ്പിച്ചപ്പോ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മൾക്ക് കുടുംബത്തെ ഒരു കാസന്റിനും ഒരു 10,000 രൂപയ്ക്കും കുടുംബക്കാരോട് നന്നാവാൻ പറ്റുന്നില്ലേ? പിന്നെന്ത് പ്രവാചക സ്നേഹം? പിന്നെന്ത് ഇസ്ലാമിനെ നമ്മൾ നെഞ്ചിലേക്ക് കേൾക്കുന്നത് എന്നാ സമൂഹം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോ അതേതെങ്കിലും ഒരു മാസം മാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ആഘോഷിക്കേണ്ടതല്ല. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു ജീവിത രീതി. ആ ജീവിത രീതിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന, റബ്ബിനെ സ്നേഹിക്കുന്നവൻ, പ്രവാചകനെ സ്നേഹിക്കുന്നവൻ ആ റസൂലിന്റെ സുന്നത്തുകളെ സ്നേഹിക്കട്ടെ. ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ ആ മാതൃക സ്വീകരിക്കുമ്പോഴേ റസൂലുള്ളാഹിനെ പറ്റി സമൂഹം ചിന്തിക്കൂ, പഠിക്കൂ, അവരതിനെപ്പറ്റി ആലോചിക്കൂ. അതല്ലാതെ എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇസ്ലാമിന്റെ യാതൊരുവിധ ഭംഗിയും ആസ്വദിക്കാതെ ഒരു മാസക്കാലത്തോളം കാണിച്ചു കൂട്ടുന്ന അന്ധതയും ബിദ്അത്തുകളും ഇസ്ലാമിന് നന്മയല്ല, അത് കേവലം ഒരു ധൂർത്ത് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ആ രീതിയിൽ നബിത്തങ്ങളെ സ്നേഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.